Assalamu alaikum friends, and once again welcome back to Hasna's Henna Hut. തമ്പനിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ണൂർ സ്പെഷ്യൽ കൈവീഷിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യമായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 5 മുട്ടക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഉമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഞാനല്ല. ഉമ്മാൻ്റെ ഒരു മാസ്റ്റർ പീസ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. വൈകുന്നേരം ചായൻ്റെ സമയത്ത് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് 5 മുട്ട ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് പഞ്ചസാര കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വന്നത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഞ്ചസാര കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്പം ശരിയാവില്ല. ഇതാ ഒരു കപ്പ് എടുത്തതിൽ കുറച്ച് ബാക്കിയുണ്ട്, അത്ര നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പോലെ തരിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റവ. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അപ്പത്തിന്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമ്മൾ ചുടാൻ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു 1 hour ആയി. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കിവിടെ വേണ്ടി വന്നത് ഒരു 1.25 കപ്പ് മൈദയായിരുന്നു. മൈദൻ്റെ ഒക്കെ അളവ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ മുട്ടൻ്റെ സൈസൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും. മുട്ട കലക്കിയപ്പാട് തന്നെ നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ അത് മുട്ട കലക്കിയപ്പാട് നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് തോന്നിയത് ഇതുപോലെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആ ഒരു പരിവ് എത്തുന്നത് വരെ നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചിരട്ട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരട്ടയിലേക്ക് ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൈ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഈ മിക്സ്ചർ താഴെ പോവും. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അറ്റ് എ ടൈം ഒരു അപ്പം മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലോ അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഇതിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിൽ കൂടുതൽ അറ്റ് എ ടൈം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഉമ്മ കൈവീശി ആക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ചായ ആക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് നല്ലൊരു കോമ്പിനേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.